ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ ഇറാൻ പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത്. വീണ്ടും ഒരു സംഘർഷമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇറാൻ എന്നതിന്റെ സൂചനകളാണ് ഇതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. താൽക്കാലിക വെടിനിർത്തലിനിടെ ഇറാൻ ഭൂഗർഭ മിസൈൽ ബേസുകൾ വീണ്ടും തുറക്കുന്നതായി സൂചിപ്പിച്ച് ഉപഗ്രഹ ചിത്രങ്ങൾ. നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും ഇത്തരം കേന്ദ്രങ്ങൾ ഇറാൻ പുനരാരംഭിക്കുന്നതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. 6 ആഴ്ചകളോളം നീണ്ട കനത്ത ബോംബാക്രമണത്തിലൂടെ തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ അടച്ചിടാൻ എതിർനിര ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച സമയം ഇറാൻ ഈ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കുകയാണ്. പുതിയ രഹസ്യാന്വേഷണ കണ്ടെത്തലുകൾ പ്രകാരം ഇറാൻ കേടുവന്ന മിസൈൽ ബങ്കറുകൾ വളരെ വേഗത്തിൽ കേടുപാടുകൾ തീർക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുഎസിന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇറാൻ ഇപ്പോഴും ഒരു വലിയ മിസൈൽ ശേഖരം നിലനിർത്തുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കേന്ദ്രങ്ങളിൽ ചിലത് ഗ്രാനൈറ്റ് പർവ്വതങ്ങൾക്ക് ഉള്ളിലായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ സാധാരണ ബങ്കർ തകർക്കുന്ന ആയുധങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും. ഈ ഭൂഗർഭ ശൃംഖലകളിൽ സംഭരണ സ്ഥലങ്ങൾ, വിക്ഷേപണ കേന്ദ്രങ്ങൾ, മറഞ്ഞിരിക്കുന്ന പുറത്തുകടക്കാനുള്ള വഴികൾ എന്നിവ ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ ഇറാൻ മൊബൈൽ ലോഞ്ച് സംവിധാനങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. അവ വേഗത്തിൽ വിന്യസിക്കാനും പിൻവലിക്കാനും കഴിയും. ഇത് അവയെ കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു.